പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന ഒരു റീഡിംഗ് പ്ലാനാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വായനാ സഹായി ആവശ്യമുണ്ടെങ്കിൽ biyindia.com/malayalam എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്കത് ലഭ്യമാണ്. ഇന്ന് 224 ദിവസമാണ്. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജെറമിയ പ്രവചനം അധ്യായം 1. നമ്മൾ ഇന്നു മുതൽ ജെറമിയായുടെ പ്രവചനം വായിച്ചു തുടങ്ങും. അതുപോലെ എസെക്കിയേൽ പ്രവചനം 27 അധ്യായം, സുഭാഷിതങ്ങൾ അധ്യായം 14 വാക്യങ്ങൾ 5 മുതൽ 8 വരെ. POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച് പുറത്തിറക്കിയ വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നമ്മൾ വചനം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വചനം നമ്മെ വായിക്കുകയാണ്. ജെറമിയ അധ്യായം 1. ജെറമിയായെ വിളിക്കുന്നു. ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽപ്പെട്ട ഹിൽക്കിയായുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ. യൂദാ രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ കാലത്ത് അയാളുടെ വാഴ്ചയുടെ 13-ാം വർഷം അവന് കർത്താവിൻ്റെ വചനമുണ്ടായി. യൂദാ രാജാവായ ജോസിയായുടെ പുത്രൻ യെഹോയാക്കിമിൻ്റെ കാലത്തും ജോസിയ രാജാവിൻ്റെ പുത്രൻ സെദക്കിയായുടെ ഭരണത്തിൻ്റെ 11-ാം വർഷത്തിൻ്റെ അന്ത്യം വരെയും 5-ാം മാസത്തിലെ ജെറുസലേം നിവാസികളുടെ പ്രവാസം വരെയും ഇത് സംഭവിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഇപ്രകാരം കർത്താവിൻ്റെ വചനമുണ്ടായി. ഞാൻ നിന്നെ ഉദരത്തിൽ രൂപപ്പെടുത്തുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു. ഉദരത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ നാഥനായ കർത്താവേ, ഇതാ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, കാരണം ഞാൻ കേവലം ബാലനാണ്. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഞാൻ ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്നിടത്തെല്ലാം നീ പോകുക തന്നെ വേണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിന്നെ മോചിപ്പിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവിൻ്റെ അരുളപ്പാട്. അനന്തരം കർത്താവ് തൻ്റെ കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് എന്നോട് അരുൾ ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ വായിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. കണ്ടാലും പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനുമായി ഇന്ന് ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം വന്ന് എന്നോട് ചോദിച്ചു, ജെറമിയ, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, ബദാം മരത്തിൻ്റെ ഒരു ശാഖ ഞാൻ കാണുന്നു. അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നീ ശരിയായി കണ്ടു. എന്തെന്നാൽ എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയുള്ളവനാണ്. കർത്താവിൻ്റെ വചനം രണ്ടാമതും വന്ന് എന്നോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു. അതിൻ്റെ മുഖം വടക്ക് നിന്ന് ഇങ്ങോട്ടേക്കത്രേ. അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ദേശത്ത് വസിക്കുന്ന എല്ലാവരുടെയും മേൽ വടക്ക് നിന്ന് ദുരന്തം തുറന്നുവിടപ്പെടും. എന്തെന്നാൽ ഇതാ ഞാൻ വടക്കൻ രാജ്യങ്ങളുടെ സകല വംശങ്ങളെയും വിളിക്കുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്. അവർ വന്ന ഓരോരുത്തരും തൻ്റെ സിംഹാസനം ജെറുസലേമിൻ്റെ പ്രവേശന കവാടങ്ങളിലും അവരുടെ ചുറ്റുമതിലുകൾക്കെതിരായും യൂദായുടെ എല്ലാ നഗരങ്ങൾക്കുമെതിരായും സ്ഥാപിക്കും. എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപമർപ്പിക്കുകയും സ്വന്തം കരവേലകളെ ആരാധിക്കുകയും ചെയ്ത അവരുടെ എല്ലാ തിന്മകളെയും പ്രതി അവരുടെ മേൽ ഞാൻ എൻ്റെ വിധികൾ പ്രസ്താവിക്കും. നീയോ നിൻ്റെ അരമുറുക്കുക, എഴുന്നേറ്റ് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക. അവരുടെ മുമ്പിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കാതിരിക്കേണ്ടതിന് അവരെ പ്രതി നീ പരിഭ്രാന്തനാകരുത്. ഇതാ ദേശത്തിന് മുഴുവനും യൂദായിലെ രാജാക്കന്മാർക്കും അവരുടെ പ്രഭുക്കന്മാർക്കും അവരുടെ പുരോഹിതന്മാർക്കും ദേശവാസികൾക്കുമെതിരെ കോട്ട നഗരവും ഇരുമ്പ് തൂണും പിച്ചള മതിലുമായി ഇന്ന് നിന്നെ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ നിന്നോട് വിജയിക്കുകയില്ല, കാരണം നിന്നെ മോചിപ്പിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവിൻ്റെ അരുളപ്പാട്. എസെക്കിയേൽ അധ്യായം 27. ടൈറിനെക്കുറിച്ച് വിലാപഗാനം. കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു, മനുഷ്യപുത്ര, ടൈറിനെക്കുറിച്ച് നീ ഒരു വിലാപഗാനം ഉയർത്തുക. സമുദ്രമുഖത്ത് സ്ഥിതമായി അനേകം ദ്വീപുകളിലെ ജനങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്ന ടൈറിനോട് നീ ഇങ്ങനെ പറയുക, നാഥനായ കർത്താവ് അരുൾ ചെയ്യുന്നു, ടൈർ
ഞാൻ സൗന്ദര്യത്തിടമ്പാണെന്ന് നീ അഹങ്കരിച്ചു. നിന്റെ അതിർത്തികൾ സമുദ്രത്തിൻ്റെ ഹൃദയഭാഗത്താണ്. നിന്റെ നിർമ്മാതാക്കൾ നിന്റെ സൗന്ദര്യം തികവുറ്റതാക്കി. സെനീറിലെ സരളമരം കൊണ്ട് അവർ നിന്റെ തട്ടുപലകകൾ ഉണ്ടാക്കി. നിനക്ക് പായ്മരം നിർമ്മിക്കേണ്ടതിന് അവർ ലെബനോനിൽ നിന്ന് ദേവദാരു എടുത്തു. ബാഷാനിലെ കരുവേലകം കൊണ്ട് അവർ നിനക്ക് തുഴയുണ്ടാക്കി. സൈപ്രസ് തീരങ്ങളിലെ കാറ്റാടി മരത്തിൽ ആനക്കൊമ്പ് പതിച്ച് അവർ നിനക്ക് മേൽത്തട്ടൊരുക്കി. നിനക്ക് കൊടിയടയാളമായുള്ള നിന്റെ കപ്പൽപ്പായ് ഈജിപ്തിൽ നിന്നുള്ള ചിത്രാലങ്കൃതമായ ചണത്തുണിയായിരുന്നു. എലീഷാ ദ്വീപിൽ നിന്നുള്ള നീലാംബരവും ധൂമ്രപടവുമായിരുന്നു നിന്റെ മേലാപ്പ്. സീദോനിലെയും അർവാദിലെയും നിവാസികളായിരുന്നു നിന്റെ തണ്ടുവലിക്കാർ. ടൈർ, നിന്നിൽ തന്നെ നിനക്ക് ജ്ഞാനികളുണ്ടായിരുന്നു. അവരായിരുന്നു നിന്റെ കപ്പിത്താന്മാർ. ഗേബാലിലെ ശ്രേഷ്ഠരും അതിൻ്റെ വിദഗ്ധരും കേടുപാട് നീക്കി ശക്തിപ്പെടുത്തുന്നവരായി നിന്നിൽ ഉണ്ടായിരുന്നു. സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും അവയുടെ കപ്പൽക്കാരും നീയുമായി വ്യാപാരം ചെയ്തിരുന്നു. പേർഷ്യ, ലൂദ്, പുത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുദ്ധഭടന്മാർ നിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു. പരിചയും പടത്തൊപ്പിയും അവർ നിന്നിൽ തൂക്കിയിട്ടു. അവർ നിനക്ക് മഹിമ ചാർത്തി. അർവാദ്യരും നിന്റെ സൈന്യവും നിനക്ക് ചുറ്റുമുള്ള മതിലുകളിലുണ്ടായിരുന്നു. ഗമാദ്യർ നിന്റെ ഗോപുരങ്ങളിലും. അവർ അവരുടെ പരിചകൾ നിനക്ക് ചുറ്റും മതിലുകളിൽ തൂക്കിയിട്ടു. അങ്ങനെ നിന്റെ സൗന്ദര്യം അവർ പരിപൂർണമാക്കി. നിന്റെ എല്ലാ തരത്തിലുമുള്ള സമ്പത്ത് കണ്ട് താർഷീഷ് നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. അവർ വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരീയം എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു. യവൻ, തൂബാൽ, മെഷക് എന്നിവ നീയുമായി വ്യാപാരം ചെയ്തു. അവർ നിന്റെ ചരക്കുകൾക്ക് പകരം ആളുകളെയും ഊട്ടുപാത്രങ്ങളെയും തന്നു. ബേത് തോഗർമക്കാർ കുതിരകളെയും പടക്കുതിരകളെയും കോവർക്കഴുതകളെയും നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു. ദദാന്യർ നീയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടു. വ്യാപാര കേന്ദ്രങ്ങളായി നിനക്ക് ധാരാളം തീരദേശങ്ങളുണ്ടായിരുന്നു. ആനക്കൊമ്പും കരിന്താളിയും അവിടെ നിന്ന് നിനക്ക് സമ്മാനമായി ലഭിച്ചു. നിന്റെ ചരക്കുകളുടെ ബാഹുല്യ നിമിത്തം ആരാം നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. അവർ രത്നക്കല്ലുകളും ധൂമ്രവും ചിത്രത്തുന്നലുള്ള വസ്ത്രങ്ങളും നേർത്ത ചണവസ്ത്രങ്ങളും പവിഴവും പത്മരാഗവും പകരം തന്നു. യൂദായും ഇസ്രായേൽ ദേശവും നിന്നോട് വ്യാപാരം ചെയ്തു. മിനിത്തിലെ ഗോതമ്പ്, അത്തിപ്പഴം, തേൻ, എണ്ണ, സുഗന്ധലേപനം എന്നിവ അവർ പകരം തന്നു. നിന്റെ ചരക്കുകളുടെ ബാഹുല്യ നിമിത്തവും ഹെൽബോനിലെ വീഞ്ഞ്, വെളുത്താട്ടിൻ രോമം തുടങ്ങിയ ഓരോ വൻ സമ്പത്ത് മൂലവും ദമാസ്കസ് നിന്നോട് വ്യാപാര ബന്ധത്തിലേർപ്പെട്ടു. ദാനും ഗ്രീസും നിന്റെ ചരക്കുകളുടെ വ്യാപാരികളായി. ഇരുമ്പുരുപ്പടികൾ, കറുവാപ്പട്ട, വയമ്പ് എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരമായി തന്നു. രഥത്തിൽ വിരിക്കാനുള്ള പരവതാനിയുടെ വ്യാപാരത്തിൽ ദദാൻകാർ ഏർപ്പെട്ടു. അറേബ്യക്കാരും കേദാർ പ്രഭുക്കന്മാരെല്ലാവരും നിന്റെ വ്യാപാര പങ്കാളികളായിരുന്നു. ആടുകൾ, ആട്ടുകൊറ്റന്മാർ, കോലാടുകൾ എന്നിവയായിരുന്നു അവരുമായുള്ള നിന്റെ വ്യാപാരം. ഷേബായിലെയും റാമായിലെയും വ്യാപാരികൾ നീയുമായി കച്ചവടത്തിലേർപ്പെട്ടു. എല്ലാവിധ നല്ല പരിമള തൈലങ്ങളും സകലവിധ അമൂല്യരത്നങ്ങളും സ്വർണവും നിന്റെ ചരക്കുകൾക്ക് പകരമായി അവർ തന്നു. ഹാരാൻ, കന്നെ, ഏദൻ, സേവാ കച്ചവടക്കാർ, അഷൂർ, കിൽമാദ് എന്നിവയും നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. അവർ വിശിഷ്ട വസ്ത്രങ്ങൾ, ധൂമ്രനൂലുകൾ കൊണ്ടുള്ള വിരിപ്പുകൾ, പിരിച്ച ചരട് കൊണ്ട് ബലപ്പെടുത്തിയ നാനാവർണ്ണത്തിലുള്ള പരവതാനികൾ എന്നിവ നിന്റെ കച്ചവട സ്ഥലത്ത് നിന്ന് വ്യാപാരം ചെയ്യുന്നവരായിരുന്നു. താർഷീഷ് കപ്പലുകൾ നിന്റെ വ്യാപാര ചരക്കുകളുമായി സഞ്ചരിച്ചു. സമുദ്രമധ്യേ നിറഞ്ഞ് നീ വളരെ ധനികയായി. നാവികർ നിന്നെ ആഴക്കടലിലേക്ക് കൊണ്ടുപോയി. സമുദ്രമധ്യേ കിഴക്കൻ കാറ്റ് നിന്നെ തകർത്ത് കളഞ്ഞു. നിന്റെ ധനവും വിഭവങ്ങളും ചരക്കുകളും നാവികരും കപ്പിത്താന്മാരും കേടുപാട് നീക്കുന്നവരും വ്യാപാരികളും പടയാളികളും കപ്പൽ ജോലിക്കാരും നിന്റെ നാശത്തിൻ്റെ നാളിൽ നിന്നോടൊപ്പം സമുദ്രമധ്യേ താഴും. നിന്റെ നാവികരുടെ നിലവിളിയാൽ നാട്ടിൻപുറങ്ങൾ നടുങ്ങും. നിന്റെ എല്ലാ തണ്ടുവലിക്കാരും കപ്പിത്താന്മാരും കടലിലെ എല്ലാ നാവികരും തങ്ങളുടെ കപ്പലുകളിൽ നിന്ന് കരയിൽ ഇറങ്ങി നിൽക്കും. തങ്ങളുടെ സ്വരം നിന്നെ കേൾപ്പിച്ചവർ കൈപ്പോടെ കരയും. തലയിൽ പൂഴി വിതറി അവർ ചാരത്തിൽ കിടന്നുരുടും. അവർ നിന്നെ പ്രതി ശിരസമുണ്ടനം ചെയ്യും. ചാക്ക് ധരിച്ച് അതീവ ദുഃഖത്തോടും ഹൃദയവ്യഥയോടും കൂടെ വിലപിക്കും. ഒരു വിലാപഗാനമായി അവർ നിന്നെ പ്രതിയുള്ള തങ്ങളുടെ കരച്ചിലുയർത്തും. അവർ നിന്നെക്കുറിച്ച് വിലപിക്കും. ടൈറിനെ പോലെ സമുദ്രമധ്യേ ആര് നശിച്ചിട്ടുണ്ട്? സമുദ്രത്തിൽ നിന്ന് നിന്റെ കച്ചവട സാധനങ്ങൾ വന്നിരുന്നപ്പോൾ അനേക ജനതകളെ നീ തൃപ്തരാക്കി. നിന്റെ വലിയ സമ്പത്തും ചരക്കുകളും കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ നീ സമ്പന്നരാക്കി. ഇപ്പോൾ സമുദ്രത്താൽ നീ തകർക്കപ്പെട്ടു. നിന്റെ വ്യാപാര വസ്തുക്കളും നിന്റെ ആളുകൾ മുഴുവനും നിന്നോടുകൂടെ സമുദ്രമധ്യത്തിലേക്ക് പതിച്ചിരിക്കുന്നു. ദ്വീപ് നിവാസികളെല്ലാം നിന്നെ ഓർത്ത് സ്തബ്ധരായി. അവരുടെ രാജാക്കന്മാർ പരിഭ്രാന്തരായി. അവരുടെ മുഖം ബീഭത്സമായി. ജനങ്ങൾക്കിടയിലെ വ്യാപാരികൾ നിന്നെ പ്രതി ചൂളമടിച്ചു.
നീ ഒരു വിനാശമായി എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു. സുഭാഷിതങ്ങൾ അധ്യായം 14 വാക്യങ്ങൾ 5 മുതൽ 8 വരെ. വിശ്വസ്തനായ സാക്ഷി കള്ളം പറയുന്നില്ല, കപടസാക്ഷി കള്ളത്തരങ്ങൾ മൊഴിയുന്നു. പരിഹാസകൻ ജ്ഞാനം അന്വേഷിച്ചിട്ടും അതുണ്ടാകുന്നില്ല, എന്നാൽ ധിഷണാശാലിക്ക് വിജ്ഞാനം അനായാസമാണ്. ഭോഷനായ വ്യക്തിയുടെ മുന്നിൽ നിന്ന് പൊയ്ക്കൊള്ളുക, അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ ഭാഷ നിനക്ക് ഗ്രഹിക്കാനാകില്ല. തൻ്റെ മാർഗം മനസ്സിലാക്കുന്നതാണ് കുശാഗ്രബുദ്ധിയുടെ ജ്ഞാനം, ഭോഷരുടെ വിഡ്ഢിത്തം വഞ്ചനയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് 224 ദിവസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും വചനം വായിക്കാൻ എടുക്കുന്ന താല്പര്യം, അത് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷം ഉണ്ട് എന്നതും നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്നു മുതൽ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ്. പ്രവാസത്തിന് കുറേ കാലം മുമ്പാണ് യെശയ്യാ പ്രവചിച്ചതെങ്കിൽ പ്രവാസത്തിൻ്റെ തൊട്ടു മുൻപും പ്രവാസത്തിലുമാണ് ജെറമിയായുടെ പ്രവചന ശുശ്രൂഷ നിർവഹിക്കപ്പെട്ടത്. യൂദാ രാജാവായിരുന്ന നല്ലവനായിരുന്ന ജോസിയായുടെ കാലത്താണ് ജെറമിയ പ്രവചന ശുശ്രൂഷ ആരംഭിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ യെഹോയാക്കീമും സെദക്കിയായും ജെറമിയായെ കേൾക്കാൻ തയ്യാറായില്ല. വിലാപത്തിൻ്റെ ഒരു പ്രവാചകനായിട്ടാണ് ജെറമിയ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് പ്രവചിക്കാനുണ്ടായിരുന്നത് പ്രതീക്ഷയുടെ കാര്യങ്ങളെക്കാൾ അധികം നാശത്തിൻ്റെയും കണ്ണീരിൻ്റെയും പ്രവചനങ്ങളായിരുന്നു. അദ്ദേഹത്തിനൊരു സ്നേഹിതയുണ്ടായിരുന്നു എന്നാണ് പാരമ്പര്യം. അവളെ വിവാഹം കഴിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ആസന്നമായ ദുരിതസന്ധിയെ മുന്നിൽ കാണിച്ചുകൊണ്ട് ദൈവം വിവാഹിതനാകുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു. അങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിൽ തൻ്റെ സന്തോഷങ്ങളെല്ലാം തന്നെ എസെക്കിയേലിനെ പോലെയും യേശയ്യായെപ്പോലെയും ഒക്കെ ബലി കഴിച്ചുകൊണ്ടായിരുന്നു ജെറമിയ ദൈവത്തിനു വേണ്ടി ജീവിച്ചതും ദൈവത്തിൻ്റെ വാക്കുകൾ പ്രവചിച്ചതും. വ്യക്തിപരമായ ജീവിതത്തിലും പ്രവാചക ശുശ്രൂഷാ ജീവിതത്തിലും വളരെയധികം വേദന ഏറ്റുവാങ്ങിയിരുന്ന ഒരാളായതുകൊണ്ട് ആ ഒരു പശ്ചാത്തല അറിവ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ജെറമിയായുടെ വാക്കുകളെ വായിക്കാൻ. ജെറമിയായെ വിളിക്കുമ്പോൾ ദൈവം പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിയുകയും ജനതകൾക്ക് പ്രവാചകനായി അഭിഷേകം ചെയ്യുകയും ചെയ്തു എന്നാണ്. നമ്മളെക്കുറിച്ച് നമ്മുടെ അമ്മ അറിഞ്ഞത് എന്ന് മുതലാണ്. അത് അമ്മ കൺസീവ് ചെയ്ത സമയം മുതലാണ്. നമ്മുടെ അപ്പൻ നമ്മളെ അറിഞ്ഞത് നമ്മൾ ജനിച്ചതിന് ശേഷമാണ്. പക്ഷെ ഉദരത്തിൽ വെച്ച് അമ്മ കാണുന്നതിനും ജനിച്ചതിന് ശേഷം അപ്പൻ കാണുന്നതിനും മുൻപേ നമ്മെ കണ്ട കണ്ണുകൾ ഇപ്പോഴും നമ്മെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ ജീവിതത്തിന് നമ്മൾ കൽപ്പിച്ചിട്ടുള്ളതിനേക്കാളും വില ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ജോസിയ ജനിക്കുന്നതിന് 300 വർഷം മുമ്പ് ജോസിയായെക്കുറിച്ച് ദൈവം പ്രവചിച്ചിട്ടുണ്ട്. സൈറസ് എന്ന പേർഷ്യ രാജാവ് ജനിക്കുന്നതിന് ഏതാണ്ട് 1.5 നൂറ്റാണ്ട് മുമ്പ്, 150 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും സൈറസിനെക്കുറിച്ച് യെശയ്യാ പ്രവചിച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ആകസ്മികമായി ഈ ഭൂമിയിലേക്ക് വന്നവരല്ല. നമ്മുടെ തലയ്ക്ക് മീതെ കൃത്യമായ ചില തെരഞ്ഞെടുപ്പുകളുണ്ട്. കൃത്യമായ കണക്ക് കൂട്ടലുകളോട് കൂടെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മൾ ഓരോരുത്തരെയും മെനഞ്ഞത്. അതുകൊണ്ട് ഒരു ആക്സിഡൻ്റായി നമ്മുടെ ജീവിതത്തെ കാണരുത്. ദൈവത്തിന് പറ്റിയ ഒരു അബദ്ധമായി നമ്മുടെ ജീവിതത്തെ കാണരുത്. എത്ര ശ്രദ്ധയോടെയാണ് പാവം ദൈവം നമ്മെ മെനഞ്ഞതെന്ന് മറന്നു പോകാനും പാടില്ല. ദൂരെ നിൽക്കുന്ന ഒരു ബദാം വൃക്ഷത്തിൻ്റെ ശാഖ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജെറമിയായോട് ദൈവം പറയുന്നു, എൻ്റെ വചനം പൂർത്തിയാക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. ബദാം വൃക്ഷത്തിന് ജാഗ്രതാവൃക്ഷം എന്നൊരു പേരുണ്ടായിരുന്നു. ദൈവം അരുളി ചെയ്ത ഒരു വാക്കും പാഴായി പോവില്ല, അതെല്ലാം നിറവേറും എന്നാണ് ജെറമിയായോട് പറയുന്നത്. വടക്ക് നിന്ന്, അതായത് ബാബിലോണിൽ നിന്ന് ജനത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുന്ന വിപത്തിനെയാണ് ജെറമിയായെ ദൈവം ചൂണ്ടിക്കാണിച്ചത്. ജെറമിയായോട് പറയുകയാണ്, ജനത്തെ ഓർത്ത് നീ പരിഭ്രാന്തനാകണ്ട. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ അവർ വിജയിക്കുകയില്ല. എത്ര ശക്തമായൊരു വാഗ്ദാനമാണിത്. വല്ലപ്പോഴുമെങ്കിലുമൊക്കെ ഈ വാക്യങ്ങളൊക്കെ പറയുന്നത് നല്ലതാണ്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. അവർ നിന്നോട് യുദ്ധം ചെയ്താലും അവർ വിജയിക്കുകയില്ല. കാരണം നിന്നെ മോചിപ്പിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവാണ് അരുളി ചെയ്യുന്നത്. എസെക്കിയേലിലേക്ക് വരുമ്പോൾ ടൈറിനെക്കുറിച്ചുള്ള ആ വിലാപഗീതം തുടരുകയാണ്. ഈ ടൈറിനെക്കുറിച്ച് പരാമർശിക്കുമ്പോഴെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, സമുദ്രവും സമുദ്രതീരവും സമുദ്ര വ്യാപാരവും അടങ്ങിയ ബിംബങ്ങളാണ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം സമുദ്രതീരത്തുള്ള ഒരു രാജ്യമായിരുന്നു ടൈർ.
കപ്പൽ വ്യാപാരവും കപ്പലിലുള്ള കച്ചവടവുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. വലിയ സമ്പത്തിൻ്റെ മടിത്തട്ടിൽ ജീവിച്ചിരുന്ന ഒരു ജനതയാണിവർ. ഇനി അടുത്ത എപ്പിസോഡിലേക്ക് വരുമ്പോൾ മനസ്സിലാവും, പിശാചിൻ്റെ നേരിട്ടുള്ള പ്രതീകങ്ങളിലൊന്നായിരുന്നു ഈ ടൈർ പ്രവചന ഗ്രന്ഥങ്ങളിൽ. വലിയ കൃപാവരങ്ങൾ അവരുടെ മേൽ ചൊരിയപ്പെട്ടു. പക്ഷേ അതെല്ലാം ദൈവം ചൊരിഞ്ഞതാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഓരോ അനുഗ്രഹങ്ങളെയും എണ്ണി എണ്ണി പ്രവാചകൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എത്ര സൂക്ഷ്മതയോടെയാണ് ദൈവമെല്ലാം ഓർത്തു വച്ചിരിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് കിട്ടിയ എല്ലാ നന്മകളും നമുക്ക് അവിചാരിതമായി ആകസ്മികമായോ അല്ലെ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മളിലേക്ക് വന്നു ചേർന്നതാണെന്നൊരിക്കലും ചിന്തിക്കരുത്. ഇതെല്ലാം നൽകപ്പെട്ടതാണ്. നൽകപ്പെട്ടതിനെല്ലാം ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. നമ്മൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം എന്ന ലക്ഷ്യം. അത് നിർവഹിക്കാതെ വന്നപ്പോഴാണ് ടൈർ എവിടെയാണോ തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ആ ദേശം വ്യാപാരം ചെയ്ത് എവിടെയാണോ അത് വിളങ്ങിയത്, പ്രശോഭിച്ചത്, ആ സമുദ്രത്തിൽ തന്നെ അത് ആഴ്ന്നു പോവുകയും അവളുടെ കപ്പലുകൾ ഇല്ലാതാവുകയും നാവികരില്ലാതാവുകയും അവളോട് ചേർന്ന് നിന്നവരെല്ലാം നശിക്കുകയും ചെയ്യുന്നു എന്നാണ് എസെക്കിയേൽ പ്രവചിക്കുന്നത്. കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അമ്മ കാണുന്നതിന് മുമ്പ് നിൻ്റെ കണ്ണുകൾ എന്നെ കണ്ടതാണ്. അപ്പൻ തൊടുന്നതിന് മുമ്പ് നിൻ്റെ കൈകൾ എന്നെ തൊട്ടതാണ്. അപ്പൻ്റെയും അമ്മയുടെയും നോട്ടം വളർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന രണ്ട് കണ്ണുകളെ ഞങ്ങളാണ് കാണാതെ പോയത്. ഏത് ആരവത്തിനിടയിലും ഏത് ആൾക്കൂട്ടത്തിനിടയിലും ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന രണ്ട് കണ്ണുകൾ. കർത്താവേ, ദൈവം ഞങ്ങളെ അറിയുന്നുണ്ട്. ഞങ്ങൾ കടന്നു പോകുന്ന സങ്കടങ്ങളുടെ, നിസ്സഹായതയുടെ വേവും വേദനയും എല്ലാം ദൈവം കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നത് തന്നെ എത്ര ആശ്വാസകരമാണ്. കർത്താവേ, ആ ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും പ്രത്യേകമായി അങ്ങ് സ്പർശിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ വചനം നിവൃത്തിയാക്കാൻ അങ്ങ് ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. അങ്ങ് അരുളി ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങളിൽ നിറവേറട്ടെ. അങ്ങയുടെ കൽപ്പനകളെല്ലാം പാലിക്കാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം കൂടി നിങ്ങളോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വല്ലാത്തൊരു ഹൃദയബന്ധമാണ് നിങ്ങളുമായി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി കുറേയധികം ദിവസങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കണം. നിരന്തരമായ യാത്രകൾക്കിടയിലും സഞ്ചാരങ്ങൾക്കിടയിലുമാണ് ഈ ബൈബിൾ എപ്പിസോഡുകളൊക്കെ തയ്യാറാക്കപ്പെടുന്നത്. വലിയ ഒരു കൃപാവരം കൂടെ വന്നില്ലെങ്കിൽ അത് മാനുഷികമായി പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് മടുപ്പും ക്ഷീണവും മടിയും ഒക്കെ വരുന്നത് ഉണ്ടാകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ കഴിവിൽ ഇത് പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാം. കാരണം ഒരു ചെറിയ ജലദോഷം വന്നാൽ, ഒരു പനി പിടിച്ചാൽ, സ്വരമടഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അപ്രതീക്ഷിതമായ സംഭവം വന്നാൽ അത് ഈ വചന വായനയും റെക്കോർഡിങ്ങും എല്ലാം മുടങ്ങും. ദൈവം കരുതുന്നത് കൊണ്ട് മാത്രമാണ്, ദൈവം സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ്, തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകൾ അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കും നിങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. എന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം. നമുക്ക് നമ്മുടെ BIY ഇന്ത്യ ടീം, വലിയ ഒരു കൂട്ടം ആളുകൾ, ഒരു സംഘം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. വല്ലപ്പോഴുമെങ്കിലും അവരെ നിങ്ങളുടെ പ്രാർത്ഥനകളിലൊന്ന് ഓർക്കണമേ എന്നും നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. നന്നായിട്ട് ഈ ദിവസം നമുക്ക് ജീവിക്കണം. ഒരു ചെറിയ പാപം പോലും ചെയ്യാതെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം 24 മണിക്കൂറും അനുഭവിച്ച് നിരന്തരം പ്രാർത്ഥിച്ച് സ്നേഹത്തിൽ ജീവിച്ച് നല്ലൊരു ദിവസം കൂടി നമുക്ക് പൂർത്തിയാക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം യേശുവിന് മാത്രം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.